ജമാൽ ഭായ്, ഏകദേശം റീജിയണൽ ടെൻഷനൊക്കെ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ പിന്നിടുന്നുണ്ട്. കുറച്ച് മുമ്പ് നമുക്ക് റമദാൻ്റെ ഒക്കെ ഒരു പെരുന്നാളൊക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഷെയ്ഖ് സായിദ് റോഡും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ വളരെ ഉറങ്ങിക്കിടന്ന പല സോഷ്യൽ മീഡിയ ജഡ്ജികളൊക്കെ പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ് ദുബൈയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നമുക്ക് തിരിച്ചു പോവാം, പല രാജ്യങ്ങൾ പോയി തുടങ്ങി, എല്ലാം കഴിഞ്ഞ് എയർപോർട്ട് ബന്ധാണ് കാര്യങ്ങളാണ്. ഇപ്പം നോക്കൂ, ദുബായ് മൊത്തത്തിൽ ആക്റ്റീവായി. എല്ലായിടത്തും എന്താ പറയുക, ഏത് മോളിൽ പോലും ഇപ്പം നല്ല പബ്ലിക് ഉണ്ട്, നല്ല ക്രൗഡ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ടറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റേ സെക്ടറിനെ വെച്ചിട്ട് ദുബായ് ഓവർകം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാലങ്ങളായിട്ട് കണ്ടത്. ഇപ്പം തന്നെ എക്കണോമിക്കായാലും പല മേഖലകളിലും ആൾക്കാരുടെ ഫീസിലും മറ്റൊക്കെ ഇളവും സമയപരിധിയൊക്കെ കൊടുത്ത് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ദുബായ് ഗവൺമെൻറ്റും UAE എന്താ പറയുക അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ദുബായിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ഉള്ള ഒരു തിങ്കിങ് ആണ്. പ്രോപ്പർട്ടീസിന് ഇത് ബാധിക്കുമോ ഇല്ലയോ? ഇപ്പം നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോൾസ് ഡിസ്ട്രസ് ഡീൽസാണ്. അപ്പോൾ എന്തായാലും ദുബായ് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, ദുബായിൽ അധിവസിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാരും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് ഇതൊക്കെ നൽകുന്നൊരു മെസ്സേജ്. എന്താണ് ജമാൽ ഭായ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാം? റുസ്തി ഭായ്, നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ കറക്റ്റാണ്. ദുബായ് ഒന്നുകൂടെ വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ച് വന്ന് തുടങ്ങിയിരിക്കുകയാണ്, ഇല്ലെങ്കിൽ തിരിച്ച് വന്നു എന്ന് തന്നെ പറയാം. അതൊക്കെ സാധാരണയിൽ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് മാത്രം വരുന്നതാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പം എല്ലാം പോയി എന്നുള്ളത് അതൊരു നെഗറ്റീവ് തിങ്കിങ് മാത്രമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പം എല്ലാവരും അഥവാ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ എപ്പോഴും ഡിസ്ട്രസ് ഡീല് പ്രിഫർ ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ഹൈക്കിങ് എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ മാത്രമേ ഒരു റിയലി ബിസിനസ്മാൻ ആകാൻ പറ്റുള്ളൂ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എപ്പോഴും വില കുറഞ്ഞ് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ താഴ്ന്ന് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്തുന്നതിന് മാത്രമേ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം ഇപ്പോഴാണ് ഏറ്റവും നല്ല ദുബായ് ലാൻഡ് പ്രോപ്പർട്ടീസിലായി കഴിഞ്ഞാലും ഷാർജയിൽ അൽജദ്ദയിലായി കഴിഞ്ഞാലും JVC ഏരിയയിലൊക്കെ ഇപ്പം അതിന് പറ്റിയ സമയമാണ്, അതിന് പറ്റിയ പ്രോപ്പർട്ടീസും ഉണ്ട്.